ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 2 പ്രസ്താവനകൾ ഏറെ നിർണായകമാണ്. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇറാനിലെ ഓരോ പാലമോ പവർ പ്ലാന്റോ US ബോംബിട്ട് തകർക്കും. ഇറാനെതിരെ മുമ്പ് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയ സൈനിക ആക്രമണത്തിന് താൻ ഗൗരവമായി ആലോചിക്കുന്നു. ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരും എന്നൊക്കെയുള്ള ട്രംപിന്റെ ഭീഷണി. രണ്ടാമത്തേത്, ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്തൊരു പ്രദേശത്ത് ആരെയും എണ്ണ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവന. തങ്ങൾക്കില്ല എങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ല, GCC രാജ്യങ്ങളെ ഇരുട്ടിലാക്കുമെന്നുകൂടി ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. ഇത് രണ്ടും വെറും പ്രസ്താവനകളാണ് എന്നതിനപ്പുറം ഒരുപാട് അർത്ഥതലങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹോർമൂസിന്റെ കാര്യമായതിനാൽ. ഹോർമൂസിലെ ഇറാൻ ഉപരോധവും അതിനു പുറമെ ഇനി ചെങ്കടലിൽ ഹൂതി ഉപരോധവും കൂടിയാകുന്നതോടെ ഇത് ആഗോള കപ്പൽ ഗതാഗതത്തിന് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? വരുന്നാളുകൾ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് സംഭവിക്കും? ഒപ്പം ഇപ്പോൾ തന്നെ പല പ്രവാസികളെയും ജോലി, ശമ്പളം എന്നിവ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രവാസികളുടെ കാര്യം കൂടുതൽ ആശങ്കയിലാകുമോ? പലപ്പോഴും പ്രവാസികളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, എങ്കിലും പലരും ചോദിക്കുന്നുണ്ട് പ്രവാസികളുടെ കാര്യം എന്താകും, അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രസ്താവന സാഹിത്യം എവിടെ ചെന്ന് നിൽക്കും? അതൊരു പരിഹാരമാണോ? ട്രംപിൻ്റെ പ്രസ്താവനകളും മുഹമ്മദ് ബാഖിർ ഖാലിബാഫിൻ്റെ പ്രസ്താവനകളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ വളരെ അരക്ഷിത അവസ്ഥ തോന്നുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾക്ക്. ചോദ്യത്തിൻ്റെ 2ാം ഭാഗം ഇന്ത്യൻ പ്രവാസികളെക്കുറിച്ചാണ്. ഈ 2 ഭാഗവും സമന്വയിപ്പിക്കണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ആകമാന ഒരു രീതി ശാസ്ത്രമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോളേജുകളിലൊക്കെ അക്രമം നടക്കുമ്പോൾ വിളിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ തെരുവിൽ ചിലപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ആരെങ്കിലും ഒരു അക്രമം നടത്തുമ്പോൾ അതിനെതിരെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, തങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ 1-10, 10-100, ഇതൊരു തരം മുദ്രാവാക്യമാണ്. അതിനർത്ഥം ഒരാളെ വകവരുത്തിയാൽ അല്ലെങ്കിൽ ഒരാളുടെ കൈതല്ലി ഓടിച്ചാൽ 10 പേരുടെ കൈതല്ലി ഓടിക്കും എന്ന് പറയുന്ന തെരുവ് രാഷ്ട്രീയത്തിൻ്റെ ലെവലിലേക്ക് അമേരിക്ക മാറിയോ? ഇതാണ് ചോദ്യം. അതുതന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ ഏതെങ്കിലും ഒരു കപ്പലിനെ, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൻ്റെ തീരത്തൂടെ പോകുന്ന ഒമാൻ തീരത്തുകൂടി തങ്ങൾ വെട്ടിത്തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു കപ്പലിനെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് മിസൈലുകൾ അയച്ചോ, റോക്കറ്റുകൾ അയച്ചോ, ഡ്രോണുകൾ അയച്ചോ ആക്രമിക്കാൻ ശ്രമമുണ്ടായാൽ നിങ്ങളുടെ ഓരോ പാലവും ഓരോ പവർ പ്ലാന്റും തകർക്കും. അപ്പോൾ ഇവിടെ കപ്പലിനെ ആക്രമിക്കുന്നു, അതിന് ബദലായി കരയിലുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ മെയിൻലാൻഡ് ഭൂമിയിലുള്ള പാലങ്ങൾ, അത് കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ പവർ പ്ലാന്റുകൾ. അപ്പം നിങ്ങൾ വൈദ്യുതി വേണ്ട, നിങ്ങൾക്ക് പാലം വേണ്ട, നിങ്ങൾ സഞ്ചരിക്കേണ്ട, തങ്ങൾക്ക് സഞ്ചരിക്കാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങളും സഞ്ചരിക്കേണ്ട എന്ന ഒരുതരം ലളിത യുക്തിയാണ് ഇത്. ശരാശരി കോളേജ് രാഷ്ട്രീയത്തിലെ വമ്പ് പറച്ചിലോ തെരുവ് ഗുണ്ടകളുടെ സംസ്കാരമോ തന്നെയല്ലേ കാട്ടുന്നത് 2 ഭാഗത്തും. ഇറാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സൗഭാഗ്യവും നിങ്ങൾ അനുഭവിക്കേണ്ട എന്ന് ഇറാൻ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, നയതന്ത്ര ചർച്ചയിൽ പങ്കെടുത്ത ആൾ കൂടിയാണെന്ന് ഓർക്കണം, മുഹമ്മദ് ബാഖിർ ഖാലിബാഫ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ അങ്ങോട്ട് എണ്ണ വിൽക്കണ്ട. ഇതും ഒരു തരം മർക്കട മുഷ്ടിയാണ്. അപ്പം ആരും ഒന്നും ചെയ്യണ്ട, ഞങ്ങൾക്കങ്ങനെ നിങ്ങളങ്ങോട്ട് സുഖിച്ച് ജീവിക്കുകയും സമാധാനപരമായിട്ട് പോവുകയും ഞങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നത് ന്യായം. അത് ന്യായമല്ല, ശരിയാണ്, ന്യായമല്ല എന്ന് പറയുമ്പോഴും അതിനുപയോഗിക്കേണ്ട വാക്കുകളുടെ രീതി ഇങ്ങനെയാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ, തിമിർത്താടുമ്പോൾ സമാന്തരമായി ചർച്ചകളെന്ന് പറഞ്ഞാൽ ഇതാണ് ചർച്ച വിജയിക്കാത്തതിൻ്റെ കാരണം. മുറിപ്പാടുകൾ 2 ഭാഗത്തും ഉണ്ടാകുന്നുണ്ടല്ലോ. ഏറെ മുറിപ്പാടുകൾ ഇറാൻ്റെ മനസ്സിലുണ്ടായി. അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചില്ലേ, അവരുടെ ജനങ്ങളുടെ മേൽ കൊണ്ട് ബോംബിട്ടില്ലേ, പല എണ്ണപ്പാടുകളും വ്യവസായ ശാലകളും എല്ലാം. അതിൽ കണക്ടിവിറ്റി വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാനിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ അത്രയധികം നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ഇറാനിലെ ജനജീവിതം ബുദ്ധിമുട്ടിലായ അത്രയും ഒരു പക്ഷേ ഗൾഫ് മേഖലയിലല്ല. കാരണം കുറച്ചുകൂടി എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നു. ഇറാനിൽ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി ഡീഫങ്ക്റ്റ് ആണ്. എങ്കിലും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നത് ഇറാൻ്റെ
റെസിലിയൻസിൻ്റെ ഒരു സൂചനയാണ്. ഞാൻ പല ആവർത്തി പറഞ്ഞല്ലോ, 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ ബാറ്റിൽ ഹാർഡൻഡാണ്. അത് മാത്രമല്ല ഏത് സമയവും യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു യുദ്ധം വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇറാന് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോകാനൊക്കെ നിലനിൽക്കാനാവും. ഒരു രീതിയിലും അവരെ ഈ കരയുദ്ധത്തിലൂടെ അല്ലാതെ, കരയുദ്ധത്തിലൂടെ പോലും തോൽപ്പിക്കാനാവില്ല, ആകാശത്തു നിന്ന് മാത്രം തോൽപ്പിക്കാനാവില്ല എന്നത് ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ ഇതിങ്ങനെ തുടരുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ ഭാഗം. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഏറെ വസിക്കുന്ന നാടാണ് GCC മേഖല. നമുക്കതിൻ്റെ കുറച്ച് കണക്കുകൾ കൂടെ നോക്കിയാൽ മാത്രമേ അത്, കാരണം ഇതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ ഇത് വിശകലനം ചെയ്യാനാവില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ ലേശം ഏറ്റക്കുറിച്ചുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. പല ഏജൻസികൾ പല കണക്കുകളാണ് പുറത്തുവിടുന്നത്. ഏതാണ്ട് ഈ 9.3 മില്യൺ ഇന്ത്യക്കാരാണ് 6 GCC രാജ്യങ്ങളിലുള്ളത്. അതായത് 93 ലക്ഷം പേർ, 1 കോടിയോളം പേരെന്ന് കൂട്ടാം റഫ്ലി. അതിലേറ്റവും കൂടുതലുള്ളത് UAE-യിലാണ്. അതിൽ തന്നെ മലയാളികൾ നല്ല ഭാഗമുണ്ട്. മലയാളികളാണ് UAE-യിലെ മലയാളികൾ. അപ്പം ഏതാണ്ട് 25 ലക്ഷത്തോളം മലയാളികൾ UAE-യിലുണ്ട്. നോക്കൂ, പ്രായപൂർത്തിയായ കേരള ജനതയുടെ, കേരളത്തിൻ്റെ 3.5 കോടി ആളുകളല്ലേ കേരളത്തിലുള്ളത്, പ്രായപൂർത്തിയായവരൊരു 2.5 കോടി 2.25 കോടി വരും. അതിൽ 10-ൽ ഒരാൾ വീതം ഗൾഫിലാണെന്ന് ഓർക്കണം. അപ്പോൾ അതിനർത്ഥം ആ ഒരാൾ ഗൾഫിലുണ്ട്, പക്ഷേ അവരുടെ ഫാമിലി അംഗങ്ങൾ അദ്ദേഹം അയച്ചു കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്യുന്ന നഴ്സുമാരായിരിക്കും, മറ്റ് വർക്കേഴ്സായിരിക്കും, അവർ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. അപ്പോൾ കേരള ജനസംഖ്യയുടെ ഒരു 4-1 ഇപ്പോൾ ജീവിക്കുന്നത് ഗൾഫിൽ നിന്നും സുഗമമായി നാട്ടിലെത്തുന്ന വരുമാനത്തിൻ്റെ പങ്കു പറ്റിയാണ് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവുമോ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അധികം റെമിറ്റൻസസ് വരുന്നത് കേരളത്തിലേക്കല്ല, അത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിലേക്ക് വരുന്നത് ഏതാണ്ട് മൊത്തം റെമിറ്റൻസ്, അത് ആ റെമിറ്റൻസിൻ്റെ കണക്കൂടെ നോക്കാം. ഇന്ത്യയിലേക്ക് ഓരോ വർഷവും ഇന്ത്യൻ പ്രവാസികൾ GCC-യിലെ 6 രാജ്യങ്ങളിൽ നിന്നും, അത് സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ ആൻഡ് ഈ രാജ്യങ്ങളിൽ നിന്നും അയക്കുന്ന തുക $125 ബില്യൺ ആണ്. $125 ബില്യൺ. തീരെ ചെറിയൊരു തുകയാണോ അത്? വലിയൊരു വൻ തുകയല്ലേ? അത് മൊത്തം ഇൻവേർഡ് റെമിറ്റൻസസിൻ്റെ 42% വരും. ഇന്ത്യയിലേക്കുള്ള ആകെ റെമിറ്റൻസിൻ്റെ 42% വരും ഈ പറയുന്ന GCC മേഖലയിലേക്കുള്ള റെമിറ്റൻസ് മാത്രം. ഇപ്പോൾ അമേരിക്കയിലേക്ക് ആകെയുള്ള റെമിറ്റൻസ് ഏതാണ്ട് 108, വ്യക്തികളുടെ ഭാഗത്തുനിന്ന് അല്ലാത്ത റെമിറ്റൻസ് ഉണ്ട്. വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആകെ റെമിറ്റൻസ് ആണ് $138 ബില്യൺ ആണ്. ഞാൻ കണക്കുകൾ ചെക്ക് ചെയ്തു, $138 ബില്യൺ പെർ ഇയർ ആണ്. അപ്പോൾ അതിലൊരു അമേരിക്ക, കാനഡ ഭാഗത്ത്, ഓസ്ട്രേലിയ എന്നൊക്കെ വരുന്നത് വളരെ തുച്ഛമാണ്. കാരണം അവർക്ക് അവിടെ തന്നെ പണം ചെലവഴിക്കും, അവിടെ പൗരത്വം കിട്ടും. ബ്രിട്ടനിൽ പോയാൽ, അല്ലെ ഫ്രാൻസിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, കാനഡ, അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇവിടെയൊക്കെ പോകുന്ന പ്രവാസികൾ പലപ്പോഴും അവിടെ പഠിച്ച്, അവിടെ ജോലി ചെയ്ത്, അവിടെ പൗരത്വമൊക്കെ നേടി. അതും നിബന്ധനകൾ ഇപ്പോൾ വരുന്നു, കുറച്ച് പേര് തിരിച്ചു വരേണ്ടി വരുന്നു, വൻതോതിൽ പ്രവാസികൾ തിരിച്ചു വരേണ്ടി വരുന്നു. പഠനം കഴിഞ്ഞതിന് ശേഷം പലർക്കും തിരിച്ചു വരേണ്ടി വരുന്നു. അത് പുതിയൊരു ഭീഷണിയാണ്. എങ്കിൽ പോലും അതല്ലല്ലോ ഇപ്പോഴത്തെ ചിന്താ വിഷയം. പക്ഷെ അവർ അയക്കുന്ന പണം തുലവും പരിമിതമാണ്. പക്ഷെ സിംഹഭാഗവും ഫോറിൻ റെമിറ്റൻസസിൻ്റെ സിംഹഭാഗവും വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് പേർഷ്യൻ ഗൾഫിലെ 6 രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ തന്നെ 20.3% ആകെ വരുമാനത്തിൻ്റെ, അത് $125 ബില്യൺ 20.3% വരുന്നത് മഹാരാഷ്ട്രയിലാണ്. രണ്ടാമത്തെ സ്ഥാനം കേരളത്തിനാണ്. അത് 19.7 ബില്യൺ, തൊട്ട് താഴെയുണ്ട് 19. അത് 5-1. മൊത്തം റെമിറ്റൻസസിൻ്റെ 5-1 വരുന്നത് ചെറിയ സംസ്ഥാനമായ കേരളത്തിലാണ്. അപ്പം per capita impact on foreign remittance is much more in Kerala than Maharashtra. ഉത്തർപ്രദേശിൽ നേരെ ആളുകളുണ്ട്, പക്ഷേ ആകെ റെമിറ്റൻസസിൻ്റെ 3% മാത്രമാണ് ഉത്തർപ്രദേശിലേക്ക് പോകുന്നത്, 2% മാത്രമാണ് ബീഹാറിലേക്ക് പോകുന്നത്. അത് ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്നത് പോലെയുള്ളത്. അത് മാത്രമല്ല, ലേശം വ്യത്യാസമുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ ഒരു നല്ല പങ്ക് ഹെൽത്ത് കെയർ സെക്ടേഴ്സാണ്. സിംഗിൾ ലാർജസ്റ്റ് സെക്ടറാണ് ഹെൽത്ത് കെയർ. അത് ആശുപത്രികൾ, അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, ടെക്നിക്കൽ പ്രൊഫഷണൽസ്, എക്സ്റേ ടെക്നീഷ്യൻസ് എന്ന് വേണ്ട അങ്ങനെയുള്ള ഹെൽത്ത് കെയർ
രംഗത്തുള്ള ആളുകളാണ് സിംഹഭാഗവും കേരളത്തിൽ നിന്ന് പോകുന്ന. അവരുടെ വരുമാനം ഏറ്റവും കൂടുതലാണ്, ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിലെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ലഭിക്കുന്ന വരുമാനം. ആ വരുമാനത്തിൻ്റെ ഇപ്പം ലോവർ ലെവൽ ഓഫ് എംപ്ലോയീസ്, അതായത് ഇപ്പം മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ മീനിയൽ ജോബ്സ്, അങ്ങനെയൊക്കെയുള്ള സെഗ്മെൻറ്റുകളിലെ 70% അവരുടെ സേവിങ്സ് അവർ ഒറ്റയ്ക്കായിരിക്കും. ഒരു ചെറിയ ഒരു തൊഴിലാളി ബ്ലൂ കോളർ ജോബ്സാണ്, അല്ലെങ്കിൽ ചെറിയ വൈറ്റ് കോളർ ജോബ്സാണ്, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്, അവരുടെ കുടുംബം അവിടെ എത്തുന്നില്ല എങ്കിൽ 70% അവരുടെ വരുമാനത്തിൻ്റെ 70% കേരളത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ കേരളമാണ് ഗൾഫ് രാജ്യങ്ങളുടെ നേട്ടം. ഗൾഫ് രാജ്യങ്ങളിലെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ മാത്രമാണോ? ഈ ഭവനങ്ങൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും, അല്ലെങ്കിൽ ടാക്സി പിടിച്ചു പോകും, അവർക്ക് ജോലിയായി, അവർ സാധനങ്ങൾ കൂടുതലായി വാങ്ങും, ഉപഭോഗ സംസ്കാരമുണ്ടാകും. അങ്ങനെ ഈ സ്പൈറലിംഗ് ഇഫക്റ്റ് ഉണ്ട്, കാസ്കേഡിംഗ് ആൻഡ് സ്പൈറലിംഗ് ഇഫക്റ്റ് ഉണ്ടല്ലോ. കേരള ഇക്കോണമിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് ഒരു പരിധിവരെ ഫോറിൻ റെമിറ്റൻസസ് ആണ് എന്ന് സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ വരുമാന സ്രോതസ്സാണ്. ഇത് ഒറ്റയടിക്ക് നിന്ന് പോകുമോ? ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 52 ബില്യണിൽ നിന്നും 125 ബില്യണിലേക്കാണ് വരുമാനം വളർന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ ഗൾഫ് ബൂം അവസാനിക്കുന്നു എന്നെല്ലാം നമ്മളിങ്ങനെ പുരപ്പുറത്ത് കയറി വിളിച്ചു പറയുന്നു. പക്ഷേ ഗൾഫ് ബൂം അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ പണം വന്നിട്ടുള്ളത്. 55 ബില്യണിൽ നിന്നും 125 ബില്യണിലേക്ക്, അതായത് 100%-ലധികം 5 വർഷം കൊണ്ട് വളർച്ച നേടിയെങ്കിൽ റെമിറ്റൻസുകൾ വരുന്നു. ഇനിയാണ് കാതലായ ചോദ്യം. യുദ്ധം കാരണം എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സംഭവിക്കാൻ സാധ്യത? നാളെ ഇന്നതാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കൃത്യം പറയാനാവില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നാളെ എങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഒരിടത്തും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ കിട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെയാണ് സ്ഥിതിവിവരക്കണക്കുകൾ, ഇതാണ് പ്രൊജക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇതിങ്ങനെയൊക്കെയല്ലേ പറയാനാവൂ, അല്ല നാളെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാനാവില്ല. ഇത് നോക്കൂ, എങ്ങനെയാണ് ഗൾഫ് ഇക്കോണമീസിനെ ഇത് ബാധിക്കുന്നത്. UAE-യെ ഏറെ ബാധിക്കും എന്നാണ് ആദ്യ നിഗമനം പലരും പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പൗരന്മാർ ഏറ്റവും കൂടുതലുള്ളത് UAE-യിലാണ്. മൊത്തം ആളുടെ 40%-40% മൊത്തം ഇന്ത്യൻ പ്രവാസികളുടെ ഒരു 40% ഉള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ ലേശം പിന്നോട്ട് പോയിരിക്കുന്നു. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എന്തിന് ഇന്ത്യൻ വ്യവസായികൾ പോലും ഗൾഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് 10 വട്ടം ആലോചിക്കും. പ്രത്യേകിച്ച് UAE-യിലെ അബുദാബി, ദുബായ് പ്രദേശങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും. എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? ദീർഘകാലം ഈ ബൂം തുടരാൻ സാധിക്കുമോ? യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യരുടെ കയ്യിലെ വരുമാനം കുറയില്ലേ? അപ്പോൾ പിന്നെ കച്ചവടം നടക്കും. ലുലുമോൾ പോലും കൂടുതൽ സെൻറ്റേഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകാനാക്കും? അപ്പം കൂടുതൽ മേഖലകളിലേക്ക് അവർ വ്യാപിക്കാൻ നോക്കും. ഒരു പ്രത്യേക രാജ്യത്ത്, UAE പോലെ ഒരു രാജ്യത്തെ കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നതിന് പകരം മറ്റ് മേഖലകളിലേക്ക്, ഗൾഫിന് ഉപരിയായ മേഖലകളിലേക്ക് ഇന്ത്യൻ വ്യവസായികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറാൻ സാധ്യതയാണുള്ളത്. ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. ഈ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ, ദീർഘകാലം യുദ്ധം നിൽക്കുകയാണെങ്കിൽ, അതേസമയം ഇവിടെ തൊഴിൽ നഷ്ടം എങ്ങനെ സംഭവിക്കാം? UAE മാത്രമല്ല, മൊത്തത്തിൽ തൊഴിൽ നഷ്ടം സംഭവിക്കാം. ആദ്യം പിരിച്ചുവിടപ്പെടുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരെ ആയിരിക്കും. ഓയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മാനുവൽ, ഇപ്പം കൂടുതൽ ആൾനാശം ഒഴിവാക്കാൻ മെക്കനൈസേഷൻ ഉണ്ടാവും ഇനിയുള്ള നാളുകളിൽ. AI അധിഷ്ഠിത സേവനങ്ങൾ കൂടും. അപ്പം ഹ്യൂമൻ ഹാൻഡ് ഇവിടെ വേണ്ട. അല്ലെങ്കിൽ നാട്ടിലിരുന്നു കൊണ്ട് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ, ഇവൻ നാട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാവുന്ന രീതിയിൽ എംപ്ലോയ്മെൻറ്റ് അവസരങ്ങൾ മാറും. അപ്പോൾ ഫിസിക്കൽ പ്രസൻസ് ഗൾഫിൽ കുറയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നേ ഉള്ളൂ. ഈ യുദ്ധം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, കാരണം പ്രൊഡക്ഷൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റി മന്ദീഭവിക്കും. അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റുകളിലെ ചിലവ് കുറയും, ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. കൂടുതൽ പേര് റിട്രെഞ്ച്ഡ് ആകുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ കഴിയും. അവസാനം തിരിച്ചു നാട്ടിലേക്ക് പോരേണ്ടി വന്നാൽ അത് വൻ തോതിലൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. അതാണ് ഭാഗ്യം. ഇത്രയും ആയിട്ടും
മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോൺഫ്ലിക്റ്റിൽ കാര്യമായി തൊഴിൽ നഷ്ടം ഇപ്പോൾ സംഭവിക്കുന്നില്ല. കാരണം തൊഴിൽ നഷ്ടമുണ്ട്, പക്ഷെ വൻതോതിൽ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസരം വന്നിട്ടില്ല. കുവൈറ്റ് യുദ്ധ സമയത്ത് പെട്ടെന്ന് ആ കലാമിറ്റി വന്നപ്പോൾ വലിയ ഇരുന്ന കുടിശേഖരം എല്ലാവരും കുവൈറ്റിൽ നിന്ന് മലയാളികളെല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും നാട്ടിലേക്ക് വന്നതിന് സമാനമായ രീതിയിൽ ഒരു കുത്തൊഴുക്ക് വന്നിട്ടില്ല ഇപ്പോഴും. കാരണം ജനവാസ മേഖലയിലേക്ക് മിസൈലുകൾ വരുന്നില്ല, അവിടെ കരയുദ്ധം, ഗൾഫ് രാജ്യങ്ങളിൽ കരയുദ്ധം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആകാശത്തൂടെ മിസൈലുകൾ ചീറിപ്പാഞ്ഞു പോകുന്നു, ചില മിലിറ്ററി ലക്ഷ്യങ്ങൾ തകർക്കുന്നു, അതൊരു ഭയാശങ്കകൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ. പക്ഷേ അവിടെ എണ്ണ ഗതാഗതം തടയപ്പെട്ടിരിക്കുന്നു, കൂടുതൽ സമ്മർദ്ദം അവിടെ അനുഭവിക്കുന്നു. അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം വിദേശത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയെ പിണക്കാനാവില്ല എന്ന് പറയുന്നത്. അമേരിക്കയിൽ ഗൾഫ് രാജ്യങ്ങളുടെ വൻപൻ വ്യവസായികൾ, രാജകുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ എക്സസ് വെൽത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യും. തങ്ങളുടെ നാട്ടിൽ എക്കണോമിക് ആക്ടിവിറ്റി ഒരുപക്ഷെ ദുസ്സഹമാകാം, പക്ഷെ തങ്ങൾക്ക് ഒരുപാട് റിസർവ്സ് ഉണ്ട്. അത് തങ്ങൾ എവിടെയാണോ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൾഫിൽ ജോലി ആവശ്യമില്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലികൾ നീങ്ങും. അവിടെയാണ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗൾഫിലെ എംപ്ലോയ്മെൻറ്റ് സെനാരിയോ ഇപ്പോഴത്തെ നിലയിൽ അത്ര സുരക്ഷിതമല്ല. ഇനി നാട്ടിലേക്ക് നോക്കൂ. നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്നു, മെഡിസിൻ പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ടെക്നിക്കൽ സ്കിൽസ് പഠിക്കുന്നു, IT അധിഷ്ഠിത സേവനങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ നല്ല പങ്ക്. നാളെ ഗൾഫിൽ പോകാം, ജോലി തേടാം. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി വലിയ പ്രക്ഷോഭത്തിലാണ് ഡൽഹിയിൽ. എന്താണ് കാരണം? ഇവിടെ നിന്നാൽ ജോലി ലഭിക്കില്ല, ഇവിടുത്തെ സംവിധാനം പാഴായി മാറിയിരിക്കുന്നു, ഇവിടെ സംവിധാനത്തിൽ പുഴുക്കുത്തുകൾ വീണിരിക്കുന്നു, വിശ്വാസ്യത തകർന്നിരിക്കുന്നു. ഇന്ത്യ രാജ്യം നിലനിന്നാൽ ജോലി സാധ്യത കുറവാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 15 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ, ചെറുപ്പക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എക്കാലത്തെയും ഹയസ്റ്റായിട്ട് നിൽക്കുന്നു, 40%. അതുകൊണ്ട് ദേ ഹാവ് ടു ഗോ ഔട്ട് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതിലെ നമ്പർ 1 ഡെസ്റ്റിനേഷൻ ഗൾഫാണ്. ഇന്ത്യൻ പ്രവാസികൾ, ഇന്ത്യൻ ഡയസ്പോറയുടെ മൊത്തം എണ്ണത്തിൻ്റെ പകുതി, ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറയാണ്. അതിൻ്റെ മൊത്തത്തിൻ്റെ നേർപകുതി കേവലം 6 ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അവിടെ കാര്യങ്ങൾ സുരക്ഷിതമല്ല എന്ന ഒരു ചിന്ത വ്യാപകമാണ്. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, ഇവിടുത്തെ ഈ കോച്ചിങ് സെൻറ്റേഴ്സ്, ഇതിനൊക്കെ നേരിട്ടല്ലെങ്കിലും അല്ലാതെ ബാധിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ ഉള്ള സേവനങ്ങൾ, ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ തന്നെ ബാധിക്കാം. പബ്ലിക് പെർസെപ്ഷൻസിനെ ബാധിക്കാം. ഇനി ഒരു രജതരേഖ എന്ന് പറയുന്നത് ചില പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഇസ്രയേലിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെൽത്ത് കെയർ രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും ഒക്കെ കൂടുതൽ ആളുകൾ അവർ പാലസ്റ്റീനിയൻസിനെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഇന്ത്യൻസ് ഇങ്ങ് വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗൾഫിൽ ജോലി നഷ്ടപ്പെടുന്ന ആ തോതിൽ റീപ്ലനിഷ് ചെയ്യാൻ തക്ക രീതിയിൽ ഇസ്രയേലിനുള്ളിൽ എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്ട്സ് വർദ്ധിക്കുന്നില്ല. അത് മാത്രമല്ല ഇസ്രയേലിനുള്ളിലും റിസ്ക് ഉണ്ട്. ഇസ്രയേൽ നിരന്തരം നാളുകളിലും ആക്രമണ വിധേയമാകാവുന്ന രാജ്യമാണ്. മാത്രമല്ല 1 കോടിയിൽ താഴെ ജനങ്ങളുള്ളിടത്ത് എത്ര പേര് പോകാൻ സാധിക്കും? അതും ഒരു വിഷയമല്ലേ. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഈ പറയുന്ന പ്രൊജക്ഷൻസ് അത്ര സ്ട്രോങ് അല്ല. ലോങ് ടേം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ ആവില്ല. കരാറുണ്ടാവും, സമാധാനമുണ്ടാകും, പുതിയ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഉണ്ടാകും, ചിലയിടങ്ങളിൽ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ ഞാൻ ആളല്ല. വീണ്ടും പറയുന്നു, നാളുകളെ പ്രവചിക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഉണ്ടാവാം. അതാണല്ലോ ഡൈനമിക്സ് എന്ന് പറയുന്നത്. ലോകത്ത് അങ്ങനെയാണല്ലോ, മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ പുതിയ മേഖലകൾ കണ്ടെത്താൻ എപ്പോഴും കഴിയും. ഓസ്ട്രേലിയ മാടി വിളിക്കുകയാണ്. ഇവിടെ ലാൻഡുണ്ട്, കുടിയേറ്റ നയമാണ് പിന്നെ വിഷയം. കാനഡയിലും ഓസ്ട്രേലിയയും ഇഷ്ടം പോലെ ലാൻഡാണ്, അണ്ടർ പോപ്പുലേറ്റഡ് ആണ്. അവിടെ മാൻ പവർ ആവശ്യമുണ്ട്. എന്തിന്? റഷ്യയിൽ മാൻ പവർ ആവശ്യമുണ്ടല്ലോ. പക്ഷേ റഷ്യയിൽ വലിയ ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് റഷ്യയിൽ സമാധാനം വരുന്നു, വൻതോതിൽ എണ്ണ ഉത്പാദനം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് റഷ്യയിൽ പോയിക്കൂടാ എന്ന ചോദ്യമാണ്. ഇപ്പോൾ അസംഭവ്യമെന്ന് പറയുന്ന പല ഇടങ്ങളിലേക്കും തൊഴിൽ തേടി ഇന്ത്യൻ യുവത്വം പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ചെന്ന് പറ്റുന്ന മലയാളികളായിരിക്കും. എത്ര പ്രതികൂല അന്തരീക്ഷത്തെയും ഗുണകരമായി മാറ്റിയെടുക്കാനുള്ള അനിതര സാധാരണമായ വൈഭവമുള്ള ഒരു DNA ആണ് മലയാളി DNA. അത് പരമ്പരാഗതം നമ്മൾ കണ്ടതാണ്. മലയായിൽ പോയി, സിംഗപ്പൂരിൽ പോയി, സിലോണിൽ പോയി, പലയിടത്തേക്കും പോയി, പേർഷ്യ എന്ന് പറയുന്ന പണ്ടത്തെ ഗൾഫിലേക്ക് പോയി ആദ്യം പോയത് മലയാളികളല്ലേ ഇന്ത്യയിൽ നിന്നും. അപ്പം അതുകൊണ്ട് ഇനിയാണെങ്കിലും പുതിയ മേഖലകൾ കണ്ടെത്താൻ കഴിയും. ഗൾഫിൻ്റെ പ്രതീക്ഷ പൂർണ്ണമായി കൈവിടേണ്ട. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് കാണുന്നുണ്ടല്ലോ. അവർ പാനിക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ
കാര്യങ്ങളൊന്നും പൂർണ്ണമായി കൈവിട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് ഇത് എത്രയും ഷോർട്ട് ഡ്യൂറേഷൻ വാർ ആകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം ഇത് ലോങ് ഡ്യൂറേഷൻ വാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും, ഇക്കോണമിയിൽ ഇഫക്റ്റ് ഉണ്ടായേ പറ്റൂ. അതിൻ്റെ തിക്തഫലം തീർച്ചയായും അവിടുത്തെ വർക്ക് ഫോഴ്സിനാണ്. സ്വന്തം പൗരന്മാരെ ബാധിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ പ്രവാസികളെ അത് ബാധിക്കും. അതുകൊണ്ട് എല്ലാ സെഗ്മെൻറ്റിനെയും, ഒരു സെഗ്മെൻറ്റും നമുക്ക് വിട്ടുകളയാനാവില്ല. എല്ലാ സെഗ്മെൻറ്റിനെയും അത് ഒരുപോലെ ബാധിക്കും. എണ്ണ പ്രൊഡക്ഷൻ സെഗ്മെൻറ്റ് മാത്രമല്ല, അനുബന്ധ സെഗ്മെൻറ്റുകളെയും അൺറിലേറ്റഡ് എന്ന് തോന്നാവുന്ന സെഗ്മെൻറ്റുകളെയും അത് ബാധിക്കുമെന്നതുകൊണ്ട് പുതിയ പന്ഥാവുകൾ വെട്ടിത്തുറക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാകണം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെ ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ തന്നെ പഠിക്കാൻ വിടുകയും കഴിയുമെങ്കിൽ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന, ഇപ്പോൾ കേരള ബന്ധം അങ്ങ് അറ്റുപോവുകയാണ് ഓരോരോ തലമുറ കഴിയുമ്പോൾ. പക്ഷേ കൂടുതൽ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ വിദേശത്ത് പഠിച്ച ഒരാളാണ്, നാട്ടിൽ ജോലി ചെയ്തയാളാണ്. അതുകൊണ്ട് പരമാവധി ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാതെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ സുസ്ഥിരമായ ഒരു തൊഴിൽ സംസ്കാരവും തൊഴിൽ അന്തരീക്ഷവും വികസനവും സംഭവിച്ചാൽ, ദീർഘകാലാടിസ്ഥാനത്തിൽ സംഭവിച്ചാൽ, അത് സ്വപ്നമാണിപ്പോൾ. അതത്ര ന്യായമായ ഐഡിയ അല്ല, ഉട്ടോപ്യനാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഉട്ടോപ്യൻ ആശയങ്ങളാണ് നാളുകളിൽ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്നത് പോലെ ഒരു അഭിമാനം. നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല വരുമാനമുണ്ടെങ്കിൽ, അവസരങ്ങളുണ്ടെങ്കിൽ, എബിലിറ്റിക്ക് വേണ്ട ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ടാലൻറ്റ്, സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടീസ്, അതിനുള്ള ക്യാപ്റ്റീവ് മാർക്കറ്റ് ഡൊമസ്റ്റിക്കലി ഉണ്ടാകുമെങ്കിൽ ഗവൺമെൻറ് സ്ഥിരത ഉണ്ടാവണം, ജനാധിപത്യ ഘടനകൾ ഉണ്ടാകണം, ഈ പാറ്റകളെ പോലെയുള്ള ആളുകളെ കേൾക്കാനുള്ള ചെവി കൊടുക്കണം ഗവൺമെൻറ്. ഇങ്ങനെയുള്ള രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ഈ ഗൾഫ് കൊണ്ട് മാത്രം ജീവിക്കാം, അമേരിക്കയിലേക്ക് അങ്ങ് പോകണം എന്ന ചിന്ത മാറി സ്വന്തം സംസ്ഥാനം, സ്വന്തം രാജ്യത്തെ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് എ വിൻ വിൻ സിറ്റുവേഷൻ കംസ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗൾഫ് മലയാളികൾക്ക് സുരക്ഷയും സമാധാനവും ക്ഷേമവും എല്ലാം തന്നെ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.